എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം മനുഷ്യനെ ഒരിക്കലും കൈവിടില്ല എന്നും മനുഷ്യൻ ദൈവത്തെ വിട്ടുപോയാലും ദൈവം മനുഷ്യനെ തേടി വരും എന്നും ഉള്ളതിൻ്റെ ഉറപ്പ് നൽകുന്ന ഒരു അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. വിണ്ണിൽ ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ അവൻ്റെ തന്നെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം മണ്ണിലേക്ക് പോന്നപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖിച്ചത് ദൈവമാണ്. അങ്ങനെ ദുഃഖിതനായ ദൈവമാണ് മനുഷ്യനെ തന്നിൽ നിന്നും ഒരിക്കലും അകറ്റിൽ നിന്നും മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ തന്നിൽ നിന്നുള്ള അകൽച്ച മാറ്റുവാനായിട്ട്, അകന്നുപോയ മനുഷ്യനെ തന്നോട് അടുപ്പിക്കുവാനായിട്ട് താൻ തന്നെ മനുഷ്യനായി വന്ന് അവൻ്റെ തെറ്റിന് താൻ തന്നെ പരിഹാരം ചെയ്ത് അവനെ വീണ്ടും തന്നിലേക്ക് കൊണ്ടുവരിക. മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് പോകുന്ന മനുഷ്യനെ വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് കൊണ്ടുപോകാനായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവം. അതാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിൻ്റെയാണ് ഈ സന്തോഷമെന്ന് പറയുന്നത്, പ്രത്യാശ എന്ന് പറയുന്നത്, ശാന്തി എന്ന് പറയുന്നത്, അനുരഞ്ജനം എന്ന് പറയുന്നത്. ആ ഒരു ജോയ്, ദൈവം എന്നെ കൈവിട്ടില്ലല്ലോ, ദൈവം എന്നെ തേടി വരുന്നുണ്ടല്ലോ എന്നുള്ള, എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും വേദനകളിലും ആവശ്യങ്ങളിലും എല്ലാം എന്നെ തേടി വരുന്ന ദൈവം. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ക്രിസ്മസിൽ ഈ ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് മനോഭാവങ്ങൾ തിരിച്ചറിയുന്ന നന്നായിരിക്കും. ഒന്ന്, ആ നക്ഷത്രത്തിൻ്റെ ഗതി നോക്കി പോയ രാജാക്കന്മാർ അല്ലെങ്കിൽ വൈസ്മെൻ, ജ്ഞാനികൾ. രണ്ട്, ഈ ദൈവം ജനിച്ചു എന്ന് കേട്ട വഴി ഒന്നും നോക്കാതെ ആ ശബ്ദത്തിൻ്റെ ഇതനുസരിച്ച് നേരെ ബദലഹം നോക്കി പുറപ്പെട്ട ആട്ടിടയന്മാർ. അവർ അതിവേഗം പുറപ്പെട്ടു, അവരതിവേഗം ചെന്നു ദൈവത്തെ കണ്ടു. ജ്ഞാനികൾ നക്ഷത്രം നോക്കി ബഹുദൂരം സഞ്ചരിച്ചു, അവരും ദൈവത്തെ കണ്ടു. അപ്പോൾ ദൈവത്തെ എളുപ്പത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ഒന്നുമല്ല എന്നും താൻ ഒന്നുമല്ല എന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവം തൻ്റെ എല്ലാമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് നമുക്ക് തരുമെന്നും ആ ദൈവം നമ്മെ കാത്തിരിക്കുന്നുവെന്നും അവിടേക്ക് തന്നെ കൊണ്ടുപോകുമെന്നും അവിടെ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും. അതാണ് ഒരു സാധാരണക്കാരൻ്റെ ദൈവഭക്തി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദൈവത്തിന് വിട്ടുകൊടുക്കുക, പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യസാധ്യത്തിന് അപ്പുറത്തേക്ക് എല്ലാത്തിലും എല്ലായ്പ്പോഴും എല്ലാത്തിനും ദൈവത്തെ മുൻനിർത്തി ജീവിക്കാൻ സാധിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ, എളുപ്പത്തിൽ കണ്ടുമുട്ടാൻ, എളുപ്പത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടേതായ കണക്കൂട്ടലുകളിലൂടെ ദൈവത്തെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും. എളുപ്പത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ താൻ ഒന്നും അല്ലാത്തവനും ഒന്നുമില്ലാത്തവനും ആണെന്നുള്ള തിരിച്ചറിവും ദൈവം എല്ലാമുള്ളവനും എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ള ബോധ്യവും ആ ദൈവം എപ്പോഴും എന്നെ തേടി വരുമെന്നും എൻ്റെ എല്ലാ വേദനകളിലും ആ ദൈവത്തിൻ്റെ ഒരു കൈത്താങ് ഉണ്ടാവുമെന്നും അങ്ങനെ ഞാൻ വേദനിക്കാൻ അനുവദിക്കാതെ എൻ്റെ സന്തോഷം കാക്ഷിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള അറിവും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നയിക്കട്ടെ. അങ്ങനെയുള്ള ആ അറിവ് നൽകുന്ന ഒരു സന്തോഷം, ഒരു ആശ്വാസം, ഒരു പ്രത്യാശ, ആ ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.